സാർ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അവിടെ അൻവർ പിണറായി സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. അതിനുശേഷം നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അൻവറിനാകെ പെട്ടുപോയ ഒരവസ്ഥയിലാണുള്ളത്. കാരണം LDFിനൊപ്പമോ അല്ലെങ്കിൽ UDFിനൊപ്പമോ സ്വന്തം പാർട്ടിയെ തൃണമൂലിനൊപ്പം പോലും നിൽക്കാൻ കഴിയുന്നില്ല. അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ജയപരാജയങ്ങൾ. എക്സിറ്റ് പോളുകൾക്ക് പോലും ഒരു കൃത്യമായ പ്രവചനം അസാധ്യമാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെ വിലയിരുത്താം? ഈ അൻവറിൻ്റെ വിഷയം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ന്യൂസ് ചാനലുകളും ഒക്കെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ടേം തീരുന്നതിന് മുമ്പ് അദ്ദേഹം വേണ്ട എന്ന് വെച്ച് തിരിച്ചു വന്ന ഒരാൾ റീഎലക്ഷന് മത്സരിക്കുക, അതെ, അതും ഓപ്പോസിറ്റായിട്ട് ഏറ്റവും പവർഫുള്ളായിരിക്കുന്ന UDFിൽ ചേരാൻ സാധിക്കാത്ത ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അവസാന ഒരു ശ്രമം ജീവിതത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്നുള്ള ഒരു വലിയ ധൈര്യവാനാണ് സത്യം പറഞ്ഞാൽ. ബാക്കി ആർക്കും ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ കേരള പൊളിറ്റിക്സിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കുറേ വ്യക്തികളിൽ നിന്നും വിഭിന്നനായിട്ട് ഇത്രയൊക്കെ ഊർജ്ജസ്വലമായിട്ട് ഓരോ ദിവസവും ചെയ്യാൻ പറ്റുന്ന 25,000 വോട്ടെന്ന് പറഞ്ഞു തുടങ്ങി 75,000 വോട്ടിലേക്കൊക്കെ ഇപ്പോൾ പ്രഡിക്ഷൻസ് നടക്കുന്ന അൻവറിൻ്റെ ധൈര്യത്തെ നമ്മൾ സമ്മതിക്കണം. അങ്ങനെയുള്ള ചില പൊളിറ്റിക്കൽ ഡിഫറൻസ് ആയിട്ട് സാധാരണഗതിയിൽ അല്ലാതെ ചലിക്കുന്ന കുറച്ച് പേരെങ്കിലും കേരള പൊളിറ്റിക്സിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് ഇപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പൊളിറ്റിക്സുമായിട്ട് ആക്റ്റീവ് അല്ലാത്ത ഒരു 60% ജനങ്ങൾ എല്ലാ വോട്ടേഴ്സിലും ഉണ്ടാവും. ആ വോട്ടേഴ്സിന് ഇപ്പോഴും ചോദിച്ചാൽ ഇപ്പോൾ അവരും കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ആരെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വോട്ടിംഗ് ശതമാനം അനുസരിച്ചിട്ട് ഈ 40% വോട്ടേഴ്സ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടാവും. ബാക്കി വരുന്ന 60% വോട്ട് എവിടത്തേക്ക് മറിയും എന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ കോൺഗ്രസ് എന്ന് പറയുന്ന മുസ്ലിം ലീഗുമായിട്ട് അടുപ്പമില്ലാത്ത, അല്ലെങ്കിൽ അവരുമായിട്ട് വിഘടിച്ച് നിൽക്കുന്ന UDFിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ടേഴ്സ് ആണോ? അങ്ങനെ ഉണ്ടാവും കുറച്ച് പേര്. അതായത് 47% അവിടെ മുസ്ലിം വോട്ടർമാരാണുള്ളത്, 41% ഹിന്ദു വോട്ടർമാർ, 12% ക്രിസ്ത്യൻ വോട്ടർമാരും, BJP നിർത്തിയിരിക്കുന്ന ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ മൊത്തം സമവാക്യങ്ങളും തെറ്റുകയാണ്. അതുമാത്രമല്ല അൻവറും ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയും അതോടൊപ്പം സ്വരാജ് ഹിന്ദു സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഇത് വരും എന്ന് പറയാൻ കഴിയില്ല. അതുമാത്രമല്ല അൻവറിൻ്റെ അപ്പൂപ്പനും അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ അപ്പൂപ്പനും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള കുടിപ്പകകളാണ്. ഇവർക്കത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഏത് തരത്തിലാകും, ലീഗ് ഏത് തരത്തിൽ പോകും എന്നൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു തെരഞ്ഞെടുപ്പ്. ഇപ്പം നമ്മൾ സെക്യുലർ ആണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആര്യാടൻ എന്ന് പറയുന്ന ആര്യാടൻ തന്നെ, മുഹമ്മദ് ആര്യാടൻ എന്നല്ലേ അദ്ദേഹത്തിന്റെ മുഖം, വർഷങ്ങളായിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പിന്നെ ഹിന്ദു ഗ്രന്ഥങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുമ്പോൾ, അത് മാത്രമല്ല ഹിന്ദു വോട്ടുകളാണ് അദ്ദേഹത്തിന് കൂടുതൽ. അദ്ദേഹം എപ്പോഴും ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും. അതേ സമയത്ത് തന്നെ മുസ്ലിം സമുദായത്തിനോട് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയുമായിരുന്നു. പക്ഷെ അതേപോലെ കൊണ്ടുപോകാൻ ഇന്ന് ഉള്ള ആ ഒരു സെക്യുലറിസ്റ്റിക് വ്യൂവോടുകൂടി നോക്കാൻ ഈ പറയുന്ന ഒരു കാൻഡിഡേറ്റിനും സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അൻവറിനെ കുറിച്ചും BJP കാൻഡിഡേറ്റ് ആയാലും UDF കാൻഡിഡേറ്റ് ആയാലും LDF കാൻഡിഡേറ്റ് ആയാലും അവരൊക്കെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്കൊന്നും സെക്യുലർ സ്വഭാവം ഇല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ സെലക്ട് ചെയ്യുമ്പോൾ അത്തരം കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നില്ല യഥാർത്ഥ ആര്യാടൻ്റെ മുഖം. ആ സമയത്ത് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും എല്ലാവരും ആ സ്വഭാവത്തിലുള്ളവരായിരുന്നു. പക്ഷെ ഇന്ന് ഓരോ പാർട്ടിക്കാർക്കും സെക്യുലർ സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോഴും നോൺ സെക്യുലറിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും അത്തരം വിഭാഗീയതയും മനസ്സും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു തരം തിരിച്ചിട്ടൊന്നും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ 40% ഈ 3 വകക്കാരും ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അതിൽ ക്രിസ്ത്യൻസിന് മിക്കവാറും അവരുടേതായ ഒരു തീരുമാനം ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അത് തിരിച്ചു കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, പ്രത്യേകിച്ചും മലയോര ദേശങ്ങളിൽ. ഇപ്പോൾ തൃശ്ശൂർ പോലെയുള്ള സ്ഥലമൊന്നുമല്ല. തൃശ്ശൂരൊക്കെയുള്ള ക്രിസ്ത്യൻസിൻ്റെ മെൻറ്റാലിറ്റിയും നിലമ്പൂരിലെ മെൻറ്റാലിറ്റിയും ഇടുക്കിയിലുള്ള മെൻറ്റാലിറ്റിയും മലബാർ പോലെയുള്ള എൻ്റെ സ്ഥലത്തുള്ള മെൻറ്റാലിറ്റിയും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് മുസ്ലിം ഹിന്ദുവിനും കൊടുക്കാനുള്ള സാധ്യത കുറവും ക്രിസ്ത്യൻസിന് കിട്ടാനും, അതുകൊണ്ടാണ് BJP ക്രിസ്ത്യൻ കാൻഡിഡേറ്റിന് ഇട്ടത്. അപ്പോൾ അവർക്ക് വോട്ട് ശതമാനം കൂടി എന്ന് പറയാൻ
ഹിന്ദുത്വമായിട്ട് പോലും ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടിയെന്ന് പ്രിഡിക്റ്റ് ചെയ്യാനും അതൊന്ന് കാണിച്ചു കൊടുക്കാനും പറ്റിയ നല്ലൊരു അവസരമായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അത് തിരിച്ചു പോയേനെ ശരിക്കും BJP എതിർക്കാനുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ മാർക്സിസ്റ്റുകാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് നിർത്തലായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യാതെ ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പാർട്ടിക്കാരും ഈ തരത്തിൽ കാൻഡിഡേറ്റ്സ് ചൂസ് ചെയ്തത്. പക്ഷെ അതിൽ മാക്സിമം നടക്കാൻ പോകുന്നത് അൻവറിൻ്റെ ഒരു ഘടകമുള്ളത് കൊണ്ട് ഷൗക്കത്തിൻ്റെ വോട്ട് കുറേ പോകുമെന്നാണ് മാർക്സിസ്റ്റുകാരുടെ ധാരണ. അതിനുള്ള സാധ്യതയും കുറവാണ്. കാരണം മാർക്സിസ്റ്റ് കാൻഡിഡേറ്റിന് ഒരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാതിരിക്കുകയും അദ്ദേഹം അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെടാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അദ്ദേഹം തോറ്റു എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇല്ലാതാവുകയും അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഏകപക്ഷീയമായിട്ടുള്ള ഏകാധിപത്യത്തിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് അങ്ങനെ ഒരു ലാക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും അതാണ് ഇതിലെ ഒരു പ്രസക്തമായ കാരണം എന്തിനാണോ അദ്ദേഹത്തെ നിർത്തിയത് നമുക്കറിയാം. തോമസ് ഐസക്ക്, KK ശൈലജ, അങ്ങനെ തുടങ്ങി ഓരോരുത്തരെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. അതായത് ഏത് തരത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ നേതൃത്വം ഓരോരുത്തരെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കാരണം ഈ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന സമയത്തുണ്ടായ ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അന്ന് അൻവർ നിൽക്കുമെന്നറിയില്ല, ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരെന്നറിയില്ല. പക്ഷേ ഇപ്പം കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ് വന്നപ്പോൾ ഒരു സാധ്യതയായി ഇപ്പോൾ അല്പമെങ്കിലും നമുക്ക് തോന്നുന്നു സ്വരാജ് ജയിക്കുമെന്നുള്ള അല്ലേ? സാറിന് എന്താണ് ഒരു അഭിപ്രായം? അല്ല, നമ്മളിപ്പം ആര് ജയിച്ചാലും എനിക്ക് തോന്നുന്നത് ഷൗക്കത്തിനാണ് ചാൻസ് അധികം. ഇനിയിപ്പോൾ ഷൗക്കത്ത് ജയിച്ചാലും ആ ഷൗക്കത്തിന്റെ വിജയമായിട്ടല്ല കാണേണ്ടത്. സ്വരാജിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഷൗക്കത്തിനെ ജയിപ്പിച്ചു എന്ന് പറയുന്നത്. ഇനിയിപ്പം സ്വരാജ് ജയിച്ചാലും ഷൗക്കത്ത് ജയിച്ചാൽ മറ്റൊന്നും കൂടിയുണ്ട്, സതീശന്റെ വിജയമായി കാണാം. ഇതെല്ലാം ഉണ്ടായാലും ഓരോ പാർട്ടിയും ജയിക്കുമ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ജയിച്ചാലും ഷൗക്കത്ത് ജയിച്ചാലും സ്വരാജ് ജയിച്ചാലും ബാക്കിയുള്ളവരുടെ തോൽവി കാണാൻ വേണ്ടിയിട്ട് ഇയാളെ ജയിപ്പിച്ചു എന്നല്ലാതെ അയാളുടെ മെറിറ്റ് കൊണ്ട് അയാളെ ജയിപ്പിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരു ലക്ഷണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, അൻവർ പിടിക്കുന്ന വോട്ട് അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു 15,000-ഓളം വോട്ടുകൾ അൻവർ പിടിച്ചാൽ അൻവർ ഒരു നിസ്സാരക്കാരനല്ല എന്ന് അവർക്ക് വിലയിരുത്തേണ്ടി വരും. അല്ല, എനിക്ക് തോന്നുന്നു അൻവറിനും BJPക്കും കിട്ടുന്ന വോട്ട് ഏകദേശം ഒരു 20,000-നടുത്ത് ആവറേജ്, 5,000 അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയാലും അത് ബാക്കിയുള്ളവരുടെ വോട്ട് ശതമാനത്തെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു 70% എബവ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. 70% ബിലോ ആണെന്ന് വിചാരിക്കും. അത് അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ നിന്നുള്ള കുറേ ശതമാനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതെ. അതോടൊപ്പം തന്നെ അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, പാഠം 1 ഒരു വിലാപം എന്ന ഒരു സിനിമ, അത് ഇസ്ലാം വിരുദ്ധമായ ഒരു സിനിമ ചെയ്ത ആളാണ് ആര്യൻ ഷൗക്കത്ത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ പറയുന്നത് ഇതിൻ്റെ ശൈശവ വിവാഹത്തെയൊക്കെ എതിർക്കുന്ന ഒരു പുരോഗമനാത്മകമായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിൽ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ മാത്രമല്ല, ലോകത്തിലെ പൊളിറ്റിക്സിലും യൂത്തിനുള്ള ഒരു പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇപ്പം 30-20 വോട്ടിംഗ് ശതമാനം ഒരു 30-35 വയസ്സ് വരെയുള്ള കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കാലത്ത് ഈ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള പല ചിന്തകൾ വെച്ചിട്ടുള്ള വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പഴയ മുസ്ലിംസിൻ്റെ ചിന്തകളിൽ നിന്ന് മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുള്ള ഷൗക്കത്തിനെ ഇഷ്ടപ്പെടുന്ന കുറേ യൂത്ത് അവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് തരത്തിലും ഇതിനെ എഫക്റ്റ് ചെയ്യാന്ന് പറയാം. ഒന്ന്, അവരുടെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന, ആര്യാടൻ്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന പഴയ മുസ്ലിംസ് ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, അത് അവർ ആ സിനിമ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതാരോ പറയുന്നത് കേൾക്കുന്നത് നമ്മൾ ഈ മീഡിയയിൽ കേൾക്കുന്നൊന്നും അവരെ എഫക്റ്റ് ചെയ്യില്ല. അവരുടെ വോട്ട് എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടും. പുതിയ മീഡിയ കാണുന്ന ഇതിനെ എതിർക്കുന്നവർ, ആ എതിർക്കുന്ന സ്വഭാവമുള്ളവർ കാണുന്ന സംഭവങ്ങളൊക്കെ അവരുടെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവായിട്ട് കാണാനും ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്കാനും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു വസ്തുത നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്. എം വി രാഘവൻ, KR ഗൗരിയമ്മ, അതോടൊപ്പം തന്നെ KK രമയുടെ TP ചന്ദ്രശേഖരൻ, ഇവരൊക്കെ തന്നെ പാർട്ടി വിട്ട് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഈ പാർട്ടിക്കെതിരായി നിൽക്കുക എന്നുള്ളത്. പക്ഷേ അൻവറിന് അത് കഴിഞ്ഞില്ല. അതാണ് അൻവറിൻ്റെ ഏറ്റവും വലിയ പരാജയം. അല്ല, അൻവറിനെ സംബന്ധിച്ചിടത്തോളം പറ്റിയ അബദ്ധങ്ങളിൽ 2-3 കാര്യം. അയാൾ ബിസിനസ്സും സ്വന്തം കാശുണ്ടാക്കാനും അല്ലാണ്ട് ഫുൾ ടൈം ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല എന്ന് നമ്പർ 1. നമ്പർ 2, അയാൾ ലോക്കലി വളരെ സ്റ്റാൻഡുള്ള ഒരാളല്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റിനെ ഒരു പാർട്ടി മത്സരിപ്പിച്ചിട്ട് ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു സംഭവം നടന്നതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ പിണറായിയുള്ള
നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പ്രോജക്റ്റുകളും അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അൻവറിനെ കൊണ്ട് നടത്തിപ്പിച്ചില്ല. കാരണം ആ ഒരു പേര് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കും. അപ്പോൾ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പരാധീനത അൻവറിലുണ്ടായിരുന്നു. അതുകൊണ്ട് അൻവറിനൊരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാതെയാക്കി. അതിന് പ്രധാന കാരണം മാർക്സിസ്റ്റുകാരാണ്. അപ്പോൾ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കുറേ പ്രോജക്റ്റുകൾ വന്നു, അതുകൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്തൊരബദ്ധവും LDF ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ള ഇപ്പം നമുക്ക് KR ഗൗരിയമ്മയെയോ MV രാഘവനെയോ അല്ലെങ്കിൽ പിന്നെ ചന്ദ്രശേഖരനെയോ അല്ലെങ്കിൽ ഈവൻ അച്യുതാനന്ദനെ പോലും ആ ഒരു കാറ്റഗറിയിലൊന്നും അൻവറിനെ കാണാൻ പറ്റില്ല. ഞാൻ ആ ഒരു റേഞ്ച് അല്ല ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയാണോ ഇറങ്ങിയത്. പക്ഷെ അവരെയൊക്കെ നശിപ്പിക്കാൻ, ഞാൻ പറഞ്ഞ ഇവരെയൊക്കെ നശിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏകാധിപത്യ സ്വഭാവമുള്ളവർ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇവരെ മാത്രമൊന്നുമല്ല, ഈ നായനാരുടെ അടക്കം സംഭവങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നായനാർക്കൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാർട്ടിയിലില്ലാത്ത ഈ ഒരു അൻവറിന് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെക്കാളും ചിലപ്പോൾ സ്റ്റാമിനയും കഴിവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അവരെ ഇപ്പം അൻവർ UDF സപ്പോർട്ട് ചെയ്തിട്ട് ഏറ്റെടുത്തിരുന്നു എന്ന് വിചാരിക്കും, കളം വളരെ എളുപ്പമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതാണ്. പക്ഷെ അത് ചെയ്യാതിരുന്നത് അൻവറിൻ്റെ പിടിവാശിയും അൻവറിനുള്ള ഒരു അവർക്ക് തന്നെ വ്യത്യസ്തമായിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ആ ഒരു സാധാരണ MLA ആയിട്ട് ജീവിക്കാനുള്ളൊരു സ്വഭാവം അൻവറിനില്ല. അതിൽ കവിഞ്ഞൊരു പവർ വേണം എന്ന് തോന്നുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമാണ്. എല്ലാവർക്കും പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ കുറേ കാലത്തെ സ്വഭാവവും കുറേ കാലത്തെ പരിചയവും ഒക്കെയുള്ള അങ്ങനെ വളർന്ന് പതുക്കെ കയറേണ്ടത്. അൻവർ അങ്ങനെയല്ല. അൻവർ പിന്നെ നാളത്തേക്ക് എനിക്ക് വലിയ പദവികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു സ്വഭാവം കാണിച്ചത് കൊണ്ടാണ് ഈ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതുപോലെ. എന്നിരുന്നാൽ കൂടിയും അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം നല്ല പോലെ ഉണ്ട്. കാരണം ബിസിനസ്സുകാർക്ക് എപ്പോഴും റിസ്ക് എടുക്കാനുള്ള ഒരു സന്നദ്ധത അത് പൊളിറ്റീഷ്യൻസിന് കിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഒതുങ്ങിക്കൂടി പതുക്കെ കയറുന്നത്. അപ്പൊ ബിസിനസ്സുകാരൻ പൊളിറ്റീഷ്യൻ ആയാലുണ്ടാവുന്നൊരു പ്രാധാന്യതാണ്. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കി കാണേണ്ടി വരും എന്ത് സംഭവിക്കുമെന്ന്. എല്ലാം ഈ പറഞ്ഞില്ലേ 40-60% വ്യത്യാസം, വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം നോക്കിയിട്ട് മാത്രമേ പ്രഡിക്ഷൻസ് കൃത്യമായിട്ട്, അതുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു പ്രഡിക്ഷൻസിനെയും പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയമാണിപ്പോൾ. ഓക്കെ താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.